നമസ്കാരം. ചില വാർത്തകൾ കാണുമ്പോൾ വളരെ നിസ്സാരമായി നമ്മൾ തള്ളിക്കളയും. എന്നാൽ ഇത് വളരെ നിസ്സാരമല്ല എന്നും ഓരോ മനുഷ്യന്റെയും ജീവന് വരെ ഭീഷണിയാകുന്ന, ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന അത്രത്തോളം വലിയ ഭീകരമായ കാര്യങ്ങളാണ് എന്നും അറിയാതെ ചില മീഡിയകൾ വാർത്ത ചെയ്യും. ഇന്ന് ദേശാഭിമാനിയുടെ ഒരു വാർത്ത ഞാൻ കണ്ടു. ഒരു ഇഞ്ച് 1.5 വാർത്തയാണ്. ഞാൻ ആ വാർത്ത ഒന്ന് വായിക്കാം. ഇടുക്കി നെടുങ്കണ്ടത്ത് ബസ്സിൽ കയറുന്നതിനിടെ വഴുതി വീണ വയോധികയുടെ കാലിലൂടെ ബസ് കയറിയിറങ്ങി. കല്ലാർ സ്വദേശി ശാന്തമ്മ 75 വയസ്സിനാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ശാന്തമ്മയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെടുങ്കണ്ടത്ത് നിന്നും കട്ടപ്പനയിലേക്ക് പോവുകയായിരുന്ന ബസ് പടിഞ്ഞാറേ കവലയിൽ ആളുകളെ കയറ്റുന്നതിനായി നിർത്തിയപ്പോഴായിരുന്നു അപകടം. ബസ്സിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ ശാന്തമ്മയുടെ കാൽ വഴുതി. ഇതിനിടെ മുന്നോട്ടെടുത്ത ബസ് ശാന്തമ്മയുടെ കാലിലൂടെ കയറിയിറങ്ങുകയായിരുന്നു. ഇതിൽ അവസാനത്തെ വരിയാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ ബസ് സർവീസുകൾ, പൊതുഗതാഗത സംവിധാനങ്ങൾ വൃദ്ധർക്ക് കൂടി, അതായത് ചെറുപ്പക്കാർക്ക് മാത്രമല്ല, തൂങ്ങി ആടുന്നവർക്ക് കൂടി മാത്രമല്ല, മറ്റുള്ളവർ കൂടി യാത്ര ചെയ്യാനുള്ളതാണ് എന്ന് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും RTOമാർക്കും എന്തിന് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന് പോലും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ബന്ധപ്പെട്ട വകുപ്പുകൾ ഈ ബസ്സുകൾക്ക് സമയക്രമം ഈ വിധത്തിൽ നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത്. ഇന്നത്തെ ട്രാഫിക് ബ്ലോക്കും ഇന്നത്തെ ആ ഒരു സമയം കൂടി കണക്കൂട്ടുമ്പോൾ ബസ്സുകാർ തമ്മിലുള്ള അടി ഒഴിവാക്കുന്നതിന് പരമാവധി അവർ ചവിട്ടിപ്പിടിക്കും. അതാണ് ഇവിടെ അപകടമുണ്ടാകാൻ കാരണം. പക്ഷെ ബസ്സുകാർക്ക് വലിയ അപാകതയാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. നോക്കൂ, ഇതിൽ പറഞ്ഞിട്ടുള്ളത് ബസ്സിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ ശാന്തമ്മയുടെ കാൽ വഴുതി വീണു അല്ലേ? അപ്പോ മുന്നോട്ടിടുന്ന ബസ് കാലിലൂടെ കയറി ഇറങ്ങി. അങ്ങനെയാണെങ്കിൽ ചവിട്ടുപടിയിൽ കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ ബസ് ഡബിൾ കൊടുത്തു. പിന്നെ തൂങ്ങിയാടി കയറിക്കൊള്ളണം. അത് വൃദ്ധരും എല്ലാം. അവർ കയറുന്നതിന് മുമ്പ് ബസ് മുന്നോട്ടെടുത്തപ്പോൾ ബാലൻസ് തെറ്റി വണ്ടിന്റെ അടിയിലേക്ക് വീണു. ഇതാണ് സംഭവിച്ചത്. യാത്രക്കാർ കയറി, ബസിന്റെ ഉള്ളിൽ കയറി, ഡോർ അടച്ചതിന് ശേഷം മാത്രം വണ്ടി മുന്നോട്ടെടുക്കുന്ന ഒരു സിസ്റ്റം വരണം. ഇത് അടിയന്തരമായി നടപ്പിലാക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടും നമ്മളെ ഗതാഗത വകുപ്പ് മന്ത്രി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് എന്നറിയാൻ വയ്യ. ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരും തീരെ ശ്രദ്ധിക്കുന്നില്ല, പോലീസുകാരും ഇത് ശ്രദ്ധിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കേസ് മാത്രമാണ്. ശരിക്കും പൊതുഗതാഗത സംവിധാനങ്ങളെല്ലാം ഈ ആധുനിക കാലത്ത് ഈ തിരക്കുള്ള സമയത്ത് വളരെ പിന്നോട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു യാത്രക്കാരൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ്സിലേക്ക് കയറി ഉള്ളിൽ കയറിയതിന് ശേഷം മാത്രം, എനിക്ക് തോന്നുന്നു മറ്റു പല രാജ്യങ്ങളിലും ഇരുന്നതിന് ശേഷം മാത്രമേ വണ്ടി മുന്നോട്ടെടുക്കൂ. ഇവിടെ നമ്മുടെ വാഹനത്തിന്റെ കുറവും ജനത്തിരക്കുമെല്ലാം ഒരു പക്ഷേ അതിന് പറ്റില്ലായിരിക്കാം. പക്ഷെ വാഹനത്തിന്റെ ഉള്ളിൽ കയറി വാഹനത്തിന്റെ ഡോർ അടച്ച ശേഷം, സേഫ് ആയതിനു ശേഷം വണ്ടി മുന്നോട്ടെടുത്ത പോരെ. ഇവിടെ അശ്രദ്ധമായി കയറി എന്ന് കരുതിയ സമയത്ത് തന്നെ വാഹനം മുന്നോട്ടെടുത്തത് കൊണ്ടാണ് അവർ ബസിന്റെ അടിയിലേക്ക് വീണത്. അങ്ങനെയാണ് കാലിലൂടെ ബസ് കയറി ഇറങ്ങിയത്. ബസ്സിലേക്ക് യാത്രക്കാർ കയറുന്ന സമയത്ത് വീണ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ബസിന്റെ അടിയിലേക്ക് വീണാലും എവിടെ വീണാലും ബസ് കയറി ഇറങ്ങില്ല, അപകടം ഉണ്ടാവില്ല. അപ്പോൾ ഫുട്ബോളിലേക്ക് കാലെടുത്ത് വെച്ച ഉടൻ, അല്ലെങ്കിൽ ഒരു കാല് വെച്ച് കയറിയ ഉടൻ ഡബിൾ അടിച്ച് അവരുടെ സമയം നോക്കുന്നത് കൊണ്ടുണ്ടായ അപകടമാണ് ഇത് സംഭവിച്ചത്. ഇത് ഗുരുതരമായ അനാസ്ഥയാണ്. ആ ബസ് ജീവനക്കാർക്കെതിരെ കേസെടുക്കണം, വേണ്ട ശിക്ഷ കൊടുക്കണം. ഇതുപോലെ നടക്കുന്ന മുഴുവൻ ബസ് ജീവനക്കാരും പൊതുഗതാഗത സംവിധാനത്തിലെ മറ്റുള്ളവരുമെല്ലാം, ഇൻക്ലൂഡ് KSRTC ഈ പണിയുണ്ട്. അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കും വേണം. പക്ഷെ നമ്മുടെ മന്ത്രി എന്നാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അറിയാൻ വയ്യ. നാളേക്ക് 40 വട്ടം ഇരുന്നു കൊണ്ട് ലൈവ് ചെയ്യുന്ന മന്ത്രി ഈ കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരുത്തണമെന്ന് താല്പര്യപ്പെടുന്നു. വെറുതെ ഒന്ന് കേൾക്കെങ്കിലും ചെയ്യാമല്ലോ. Different angles. Don't forget to subscribe and support this channel.